ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 49ഓളം സ്കൂളിലെ 500ഓളം കുട്ടികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. വടക്കാഞ്ചേരി BRC ഹാളിൽ നടന്ന കണ്ണട വിതരണം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 6000 കണ്ണടകളാണ് വിതരണം ചെയ്തത്. 6000 കണ്ണടകളാണ് കുട്ടികൾക്കായി വിതരണം ചെയ്തത്. ഈ പ്രാവശ്യവും അത് ഏകദേശം 4000 എത്തിയിരിക്കുന്നു. 6000ലേക്കുള്ള പ്രയാണത്തിലാണ്. എന്തായാലും എല്ലാ വർഷവും ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ കുട്ടികളുടെ കണ്ണിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ആ ഒരു പ്രവൃത്തി എല്ലാ വർഷവും അതിമനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു 6 വർഷമായി നിരന്തരമായി ഈ സ്ഥലത്ത് കണ്ണാട വിതരണത്തിന് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ 3 ലക്ഷം കുട്ടികൾക്ക് വളരെ സീരിയസ് ആയ കണ്ണിൻ്റെ വൈകല്യമുണ്ട്. 10% കുട്ടികൾ കാഴ്ച വൈകല്യമുള്ളവരാണ്. 10%. അപ്പം അതുകൊണ്ട് തന്നെ കേരളം മാത്രമല്ല, ഈ വരുന്ന പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ ഈ TV-യെയും ഒക്കെ കൂടുതൽ ആശ്രയിച്ച് പോകുന്ന കാലഘട്ടത്തിൽ, മൊബൈലും ഒക്കെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ച വളരെ ഗുരുതരമായ കാര്യമായി കണക്കാക്കണം എന്നുള്ളത്, മാതാപിതാക്കൾ കണക്കാക്കുമെന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കണ്ണ് വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മുൻ ലയൺസ് ഗവർണർ ED ദീപക് മുഖ്യപ്രഭാഷണം നടത്തി. പദ്ധതിയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പത്മജ പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് AP ജോൺസൺ സ്വാഗതം ആശംസിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഭാരവാഹികളായ പ്രിൻസ് തോമസ്, പ്രദീപ് മേനോൻ, U കരുണാകരൻ, N രഘുനാഥ്, നസീർ NA, വിൽസൺ കുന്നപ്പിള്ളി, ഷാജു തോമസ് എന്നിവർ സംസാരിച്ചു. മറ്റ് ക്ലബ്ബ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഒട്ടേറെ ലയൺസ് ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ട്രെയിനർ ജ്യോതി ടീച്ചർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.